അതെ സാർ, നിങ്ങളിപ്പോൾ രണ്ട് കൈയും മലർത്തി കാണിച്ചില്ലേ? അതുപോലെയാണ് കേന്ദ്ര സർക്കാരും ഞങ്ങളെ നോക്കി കൈ മലർത്തുന്നത്. ഇങ്ങനെയായിരുന്നു കനിമൊഴി പ്രതികരിച്ചത്. ചമ്മിയില്ലേ? ചമ്മി, നന്നായി ചമ്മി. ആ ചമ്മൽ മറക്കാനാകണം കനിമൊഴിയുടെ മറുപടിക്ക് സുരേഷ് ഗോപി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും കൈ മലർത്തി കാണിക്കുകയായിരുന്നു. ഇയാളുടെ സ്വന്തം നാടിനെ പറ്റിയല്ലേ പറഞ്ഞത്? അതിനെന്തിനാ ഇയാൾ ഇങ്ങനെ കാണിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം? DMK MP കനിമൊഴി മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചു കാണാം. അല്ല, കനിമൊഴിയല്ല, ആരായിരുന്നാലും ഇങ്ങനെ വിചാരിക്കൂ. കുറച്ചെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപി അങ്ങനെ ചെയ്യുമോ? പ്രളയവും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ എയർലിഫ്റ്റിന് ചെലവായ തുക കേരളം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. 2019 രണ്ടാം പ്രളയം മുതൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതത്തിലെ രക്ഷാപ്രവർത്തനം വരെയുള്ളതിൻ്റെ തുകയാണ് അടയ്ക്കേണ്ടത്. ഈ വകയിൽ സംസ്ഥാനം 132 കോടി 62 ലക്ഷം രൂപ